നമസ്കാരം. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ വരവറിയിച്ച് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഞായറാഴ്ച വരെ സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ പെയ്തേക്കും. ഇതോടൊപ്പം മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. അടുത്ത ഏതാനും മണിക്കൂറുകളിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കാണ് സാധ്യത കൽപ്പിക്കുന്നത്. അന്തരീക്ഷം പൊതുവെ മേഘാവൃതമായിരിക്കുമെന്നും പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ കാറ്റിൽ പരക്കെ നാശനഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷകർ വിലയിരുത്തുന്നു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയടിച്ചേക്കാമെന്ന് ഒടുവിലത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന സൂചന. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിലവിലെ 5 ദിവസത്തേക്കുള്ള ഔദ്യോഗിക മഴ സാധ്യതാ പ്രവചനം അനുസരിച്ച് ജില്ലകളിൽ പ്രത്യേക അലർട്ടുകൾ ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും പ്രാദേശികമായി പെട്ടെന്നുണ്ടാകുന്ന മേഘരൂപീകരണവും ശക്തമായ മഴയും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചേക്കാം. അതിനാൽ അലർട്ടുകൾ ഇല്ലെന്നത് മുൻകരുതലുകളിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള കാരണമല്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. ഉച്ചതിരിഞ്ഞുണ്ടാകുന്ന ശക്തമായ ഇടിമിന്നലുകളെ ജനങ്ങൾ അതീവ ജാഗ്രതയോടെ കാണണമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന പൊതുജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടാലുടൻ തന്നെ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുന്നവർ സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറണം. ശക്തമായ മിന്നലുള്ള സമയങ്ങളിൽ ജനങ്ങൾ തുറസായ സ്ഥലങ്ങളിലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുന്നതും ജനൽ വാതിലുകൾ അടച്ചിടുന്നതും അപകട സാധ്യത കുറയ്ക്കും. ഇടിമിന്നൽ ദൃശ്യമല്ലെങ്കിലും അന്തരീക്ഷം കാർമേഘവൃതമാകുന്ന സമയം മുതൽ തന്നെ മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണ്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം അഥവാ ഇടവപ്പാതി ഔദ്യോഗികമായി എത്തിയേക്കുമെന്നാണ് പ്രവചനം. ഇതിന്റെ മുന്നോടിയായുള്ള അന്തരീക്ഷ വ്യതിയാനങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിക്കാൻ കാരണമാകുന്നത്. വരും ദിവസങ്ങളിൽ അറബിക്കടലിൽ നിന്നുള്ള പടിഞ്ഞാറൻ കാറ്റ് കൂടുതൽ ശക്തമാകുന്നതോടെ മഴയുടെ അളവ് ഗണ്യമായി വർദ്ധിക്കും. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിലും തീരദേശങ്ങളിലുമുള്ളവർ പ്രത്യേക മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. മലയോര മേഖലകളിൽ രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. മുൻവർഷങ്ങളിൽ ഉരുൾപൊട്ടലോ മണ്ണൊലിപ്പോ ഉണ്ടായ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേകം നിരീക്ഷണം പുലർത്തണം. തീരദേശങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ കടൽ തീരങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം. ആവശ്യമായ ഘട്ടങ്ങളിൽ മാറി താമസിക്കാൻ തയ്യാറാകണമെന്നും പ്രാദേശിക അധികൃതർ അറിയിച്ചു. ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് മുൻപ് ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണം. കേരളത്തിൽ കാലവർഷം എത്തുന്നതിന് മുന്നോടിയായി വിപുലമായ ഒരുക്കങ്ങളാണ് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പൂർത്തിയായി വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഓടകളും തോടുകളും വൃത്തിയാക്കുന്ന ജോലികൾ അവസാന ഘട്ടത്തിലാണ്. നഗരപ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പ്രത്യേക നിർദ്ദേശങ്ങളും നൽകിക്കഴിഞ്ഞു. പെട്ടെന്നുണ്ടാകുന്ന അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ റവന്യൂ, ഫയർഫോഴ്സ്, പോലീസ് എന്നീ വകുപ്പുകൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നിരീക്ഷിച്ച ശേഷം ആവശ്യമെങ്കിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചു.